ഹായ് എവരി വൺ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ ഞാനത് ഇത്രയും താമസിച്ചതില് സോറി ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അധികം താമസിപ്പിക്കില്ല, പെട്ടെന്ന് ഞാൻ എന്റെ സ്റ്റോറി ഇടുന്നു. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും എനിക്കതിന് സാധിച്ചില്ല. ഐ എം റിയലി സോറി. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അങ്ങനെ പൗലൂസിനെ കണ്ടുമുട്ടി അവിടുന്ന് ഫോൺ നമ്പർ മേടിച്ചെന്നുള്ള ഇതാണ്. ഫോൺ നമ്പർ മേടിച്ചു. പിന്നെ ഞങ്ങൾ വിളിക്കാൻ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും, സംസാരിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അങ്ങനെ ഒരു ദിവസം എല്ലാ ദിവസമൊന്നും വിളിക്കില്ല. എപ്പോഴെങ്കിലും 10-15 ദിവസമൊക്കെ കൂടുമ്പോ ചിലപ്പോ ഇങ്ങനെ വിളിക്കും, അങ്ങനെ സംസാരിക്കും. എല്ലാ വെള്ളിയാഴ്ച പക്ഷെ നമ്മളിവിടെ ഈ തറവാട് വീട്ടിൽ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം തറവാട് വീട്ടിൽ വന്നാലും എനിക്ക് സൂക്കില് ചിലവരെന്നെ തിരുത്തിയിട്ടുണ്ടായിരുന്നു. സൂ അല്ല, സൂക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സൂക്കില് അവരൊക്കെ പോകും, പക്ഷെ എന്നെ വിടില്ല. അമ്മാമ്മ പറയും മക്കളെ നോക്കാനുണ്ട്, അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനെന്ന് പറഞ്ഞ് വിടില്ല. അപ്പൊ ഞാൻ പോകാറൊന്നുമില്ല. അപ്പൊ ചിലപ്പോ പൗലൂസ് എന്ന് പറഞ്ഞ ആള് വിളിച്ച് ചോദിക്കും, എന്താ വരാത്ത, നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും എന്നെ വിടാത്തോണ്ടാന്ന് വരാൻ പറ്റാത്തതെന്ന് ഇങ്ങനെ പറയാറുണ്ട്. അങ്ങനെ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞ് തീർക്കുകയാണ്. ബിക്കോസ് ഈ കഥ ഒന്നാമത് എനിക്ക് പറയാനുള്ള സമയമില്ല. അത് മാത്രമല്ല നിങ്ങൾക്ക് ബോറും അടിക്കണ്ട, എല്ലാം എടുത്ത് പറഞ്ഞ് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ ആ സമയത്ത് അവിടെ തണുപ്പ് കാലാകുമ്പോ ഈ അറബിച്ചുകളൊക്കെ പോയിട്ട് എന്താ പറയാ, ക്യാമ്പിങ്ങിന് പോകും. ക്യാമ്പിങ്ങിന് പോയിട്ട് അവിടെ ഭയങ്കര തണുപ്പായിരിക്കും കേട്ടോ. എന്റെ ആ തറവാട് വീട്ടിലുള്ള ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. പക്ഷെ ഈ മാമ അത്ര മോശക്കാരിയാന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. വലിയ ഉപദ്രവമൊന്നുമില്ല ആ മാമേനെ കൊണ്ട്. അപ്പൊ ഈ തണുപ്പ് കാലത്ത് ഈ രാത്രിയില് ഇവര് ഈ ക്യാമ്പിങ്ങിന് പോകും. എല്ലാ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരും കൂടിയിട്ട്. അവരൊക്കെ പോകുമ്പോ ഭയങ്കര ജാക്കറ്റ്, ബ്ലാങ്കറ്റ്സ് എല്ലാം നല്ല ഷൂസ്, ബൂട്ട് അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് പോവുക. നമുക്ക് ഈ കദ്ദാമ ഡ്രസ്സ് മാത്രം. അത് മക്കള് ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് പോണ കാരണം തന്നെ ഈ മക്കള് പുറത്തുനിന്നൊക്കെ റെയിലിൽ കളിക്കുമ്പോ നമ്മളും അവരെ കൂടെ പോയി നിക്കണം. തണുത്ത് വിറച്ച് അല്ലാ, ഞാൻ ജീവനോടെ ഇരിക്കുന്നത് ആരുടെയോ ഭാഗ്യം കൊണ്ടാണ്. ഇപ്പൊ അത്രയ്ക്ക് തണുപ്പായിരുന്നു ആ ടൈമില്. അന്ന് ഒരു ജാക്കറ്റ് പോലും തരില്ല കേട്ടോ. ഒരു എന്താ പറയാ, ഒരു പുതയ്ക്കാൻ ഒരു ഷാള്. അവരെ പോലത്തെ മനുഷ്യരല്ലേ നമ്മളും. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. അവിടുന്ന് കുറെ ഗദ്ദാമ്മമാരുണ്ടാവും കേട്ടോ. ഞാൻ മാത്രല്ല, അവർക്കൊക്കെ ജാക്കറ്റ് ഉണ്ടാവും, എനിക്ക് ജാക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ തണുത്ത് വിറച്ച് ഗദ്ദാമൻ ഡ്രസ്സിലാ നനഞ്ഞ് പിള്ളേര് പുറത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കൂടെ നമ്മളും പോണം. അവിടെയൊക്കെ ഈ മണലല്ലേ, മണലിൽ കളിക്കും. ചിലപ്പോൾ പിള്ളേര് മണലൊക്കെ വാരി നമ്മുടെ ദേഹത്തൊക്കെ ഇടും. 2, 3, 4 ദിവസമൊക്കെ ഇങ്ങനെ ക്യാമ്പ് ചെയ്യും. ആ ഡ്രസ്സ് തന്നെ നമ്മൾ നിൽക്കണം. 4-5 ദിവസമൊക്കെ ഈ ഡ്രസ്സിൽ തന്നെ നിൽക്കണം. മറ്റേ ഗദ്ദാമ്മമാർക്കൊക്കെ സുഖമാണ് കേട്ടോ. അവർക്കൊക്കെ പിന്നെ ചില ഗദ്ദാമ്മമാർക്ക് മക്കളുണ്ടാവില്ല. അവര് ഇങ്ങനെ വീട്ടില് ജോലിക്കായിട്ട് വന്നിരിക്കുക, ഈ ക്ലീനിങ്ങിനൊക്കെ അങ്ങനത്തെ ജോലിക്കാരായിരിക്കും. ഞാൻ പോയടുത്തൊക്കെ കുറെ മക്കളുണ്ടാവും. ഈ മക്കളെ നോക്കേണ്ടത് ഒരു ഭയങ്കര ടാസ്ക് ആട്ടോ. നിസ്സാര ടാസ്ക് ഒന്നുമല്ല. അറബിമാരുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെയൊക്കെ മക്കൾ എന്തോരും എന്താ പറയാ, ഒരു ബുദ്ധിമുട്ടില്ല നമ്മുടെ ഒന്നും മക്കളെ നോക്കാനൊന്നും. അങ്ങനെ മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. ഒരു ദിവസം പൗലോസിനെ എപ്പോഴൊന്നും ഞാൻ വിളിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ വിളിക്കും. ചിലപ്പോൾ ചില ഫ്രൈഡേ പുള്ളി എന്നോട് വിളിച്ച് ചോദിക്കുന്നു, കണ്ടില്ല, എന്താ വരാത്ത, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഒരു ദിവസം ഞാൻ പൗലോസിനെ വിളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ മാമയുടെ മക്കള് കണ്ടു. മാമയുടെ മക്കള് കണ്ടിട്ട് ഈ മാമയുടെ അടുത്ത് പോയി പറഞ്ഞു, സൽമയുടെ അടുത്ത്. അതുവരെ ഇത്ര മാസങ്ങളായിട്ട് ഞാൻ ഈ ഫോൺ ആരും കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഈ മക്കള് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവുമല്ലോ. മക്കൾ ഉറങ്ങുമ്പോഴൊക്കെയാണ് ആരെങ്കിലും ഉമ്മാനൊക്കെ ആയാലും വിളിക്കാറുള്ളൂ. അപ്പൊ അന്ന് എന്തോ മക്കള് എങ്ങനെയാന്നറിയില്ല, എന്തായാലും കണ്ടു. മാമേന്റെ അടുത്ത് പോയി പറഞ്ഞു. മാമ പറഞ്ഞു, നിന്റെ അടുത്ത് എന്നെ വിളിപ്പിച്ചു. അപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സൽമ ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമ എൻ്റെ അടുത്ത് ഫോണില്ല എന്ന് പറഞ്ഞു കേട്ടോ. അറബിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ മാമ പറഞ്ഞു, എൻ്റെ അടുത്ത് ഫോണുണ്ട്, ഫോൺ ഇപ്പൊ എടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് മാമ ഭയങ്കര ദേഷ്യത്തിലാണേ. മാമ അങ്ങനെ ദേഷ്യം പിടിക്കാത്തൊരു സ്ത്രീയാണ്, പക്ഷെ അന്ന് ഭയങ്കര ദേഷ്യത്തില്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് ഫോണില്ലാന്ന് വീണ്ടും പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞു, മര്യാദയ്ക്ക് തരലാണ് നല്ലത്, നിനക്ക് നല്ലതിനല്ല, എങ്ങനെയാന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞപ്പോ ഞാൻ ഫോൺ എടുത്തോണ്ട് കൊടുത്തു. ഒരു ചെറിയ നോക്കിയുടെ ഫോണായിരുന്നു കേട്ടോ.
അപ്പൊ ഫോൺ എടുത്തുകൊണ്ട് കൊടുത്ത് പുള്ളിക്കാരത്തി ഫോൺ ഇങ്ങനെ സെർച്ച് ചെയ്യാണ് ഞാൻ ആരൊക്കെ വിളിച്ചെന്നൊക്കെ. അപ്പൊ ഉമ്മിച്ചിയുടെ നമ്പറും ഈ പൗലോസിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ. മറ്റേ ഫിലിപ്പീൻസുകളെ ഞാൻ വിളിക്കാറുണ്ട്, പക്ഷെ അപ്പൊ തന്നെ നമ്പർ ഡിലീറ്റ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അഥവാ പിടിച്ചു പോയാൽ അവര് നമ്പർ കണ്ടാല് ഇതാരുടെ നമ്പർ എന്ന് ചോദിക്കും, പിന്നെ വിളിച്ച് അന്വേഷിച്ച് നമ്പറൊക്കെ കണ്ടെത്തും. ഈ അറബികളൊക്കെ ഭയങ്കര സാധനമാണെന്ന് എന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ നമ്പർ ഇല്ല. ഉമ്മച്ചിയുടെയും പൗലോസിന്റെ മാത്രമേ നമ്പർ ഉള്ളൂ. അവരുടെ നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. കഷ്ടകാലത്തിന് പൗലോസിന്റെ നമ്പറും ഡിലീറ്റ് ചെയ്തില്ല. അപ്പൊ മാമ കുറെ വഴക്കൊക്കെ പറഞ്ഞു, അത് ശരിയാവില്ല, അങ്ങനെ ഇങ്ങനെ നിനക്ക് ആരാ ഫോൺ മേടിച്ചെന്ന്, ഇവരുടെ പേരും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഒഴിവായി. പിന്നെ മാമയ്ക്ക് എന്നെ ഭയങ്കര സംശയമായി. പിന്നെ സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, എന്റെ അടുത്ത് വേറെ ഫോണുണ്ടോ അങ്ങനെ ഇങ്ങനെ എന്നുള്ളൊക്കെ ഉള്ളത്, എനിക്ക് ആരെ ഫോൺ കൊണ്ട് തന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കര എന്നോടൊരു സ്നേഹമൊക്കെ കുറഞ്ഞു അപ്പോഴത്തേക്കും. പിന്നെ നെക്സ്റ്റ് വെള്ളിയാഴ്ച ഞാൻ വീണ്ടും, ഞങ്ങളെല്ലാ വെള്ളിയാഴ്ചയും തറവാട് വീട്ടില് ഒത്തിരി കൂടാറുണ്ട്, അവിടെ ഫാമിലിയൊക്കെ വന്നിട്ട് കൂടാറുണ്ടല്ലോ. നെക്സ്റ്റ് വെള്ളിയാഴ്ച ഞാൻ പോയപ്പോ എന്നോട് എന്റെ ഫ്രണ്ട്സ്, ഫിലിപ്പിനി ഫ്രണ്ട്സുകൾ ചോദിച്ചു, നീ എന്താ സൽമ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? പിന്നെ ഞങ്ങൾ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, മാമന്റെ അടുത്താണ് ഫോണുള്ളത്. അപ്പൊ അവര് പേടിച്ചു പോയി, മാമ കണ്ടിട്ടുണ്ടോ? ഭാഗ്യത്തിന് മാമ സ്വിച്ച് ഓഫ് ആക്കി വെച്ചേക്കത്, എന്താണെന്നറിയില്ല, ഫോൺ കളഞ്ഞോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ അവര് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ നോക്കട്ടെ, എന്തായാലും നിനക്ക് ഫോണ് വേണം, ഫോണില്ലാതെ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല, എന്തായാലും മാമ ഉമ്മാനെ ഒന്നും വിളിക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ നോക്കട്ടെ, അടുത്താഴ്ച ഞങ്ങൾ പോകുമ്പോ ഫോൺ മേടിക്കാൻ പറ്റും, സെക്കൻഡ് ഹാൻഡ് ഫോണെങ്കിലും മേടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ചൊക്കെ സമാധാനമായി എനിക്ക്, കാരണം ഉമ്മാനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അന്നത്തെ വെള്ളിയാഴ്ച അങ്ങനെ കഴിഞ്ഞു. പിറ്റത്തെ വെള്ളിയാഴ്ച വന്നപ്പോ അവര് പറഞ്ഞു ഫോൺ മേടിക്കാൻ പറ്റില്ല സൽമ, ഞങ്ങൾ എന്തായാലും മേടിച്ചുകൊണ്ട് തരാന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ വെള്ളിയാഴ്ച വീണ്ടും ഇവര് പുറത്തുപോയി. ഇവര് രണ്ട് ഫിലിപ്പീൻസ്, ഒരാൾ എനിക്കൊരു ക്യാമറ ഫോണും കൊണ്ട് തന്നു, ഒരാൾ എനിക്കൊരു ചെറിയ ഫോണും കൊണ്ട് തന്നു. പക്ഷെ ക്യാമറ ഫോണിൽ സിം ഇല്ല, മറ്റേ ഫോണിൽ അവർ സിം ഇട്ടിട്ട് കൊണ്ടു തന്നു. അപ്പൊ ഞാൻ പൈസ കൊടുക്കണം, അവരെനിക്ക് ചാർജ് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു, ഈ ക്യാമറ ഫോണ് സൂക്ഷിച്ചു വെക്കുക, പിന്നെ ഒരു കാരണവശാലും ആരും കാണാൻ പറ്റില്ല, നിന്റെ ബാഗിലൊന്നും വെക്കരുത്, കാരണം അറബിച്ചുകള് നമ്മുടെ ബാഗൊക്കെ പരിശോധിക്കും, എവിടെയെങ്കിലും മാറ്റി വെക്കണം, ബെഡിന്റെ അടിയിലോ അങ്ങനെ എവിടെയെങ്കിലും വെക്കണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഈ ക്യാമറ ഫോണിന് ഞാൻ അന്നത്തെ 50 ദിനാറോ അങ്ങനെ എന്തോ കൊടുത്തുട്ടോ. അവര് ശമ്പളം തരുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പൈസ ഉണ്ടായിരുന്നു, 50 ദിനാറായിട്ട് കൊടുത്തു ക്യാമറ ഫോണിന്. പക്ഷെ അതിനേക്കാളൊക്കെ വിലയുള്ള ഫോണായിരുന്നു അത് അന്നത്തെ. അങ്ങനെ മറ്റേ ഫോണിന് ആ പെങ്കൊച്ച് പൈസ ഒന്നും വാങ്ങിയില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി. പിന്നെ ഫോണ് ഓണാക്കലേ ഇല്ല, ബിക്കോസ് ഉമ്മാനെ വിളിക്കാൻ മാത്രം ഓണാക്കും. ഞാൻ പൗലോസിനെ വിളിച്ച് പറഞ്ഞു, ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കരുത്, എനിക്ക് ചാൻസ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിളിക്കലൊന്നുമില്ല, എപ്പോഴെങ്കിലും വിളിക്കും. പിന്നെ ഈ മക്കൾ 24 മണിക്കൂർ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് എനിക്ക് വിളിക്കാൻ പറ്റില്ല. കിടക്കല് അങ്ങനെ മക്കളുടെ റൂമിൽ തന്നെയാണല്ലോ നമ്മൾ ഗദ്ദാമ്മമാരും കിടക്കണത്. ഈ ഒന്നാമത്തെ കാര്യം, ഈ എന്താ പറയാ, ഈ അറബിച്ചുകളൊക്കെ നമ്മളെ മനുഷ്യരായിട്ട് പോലും കണക്കാക്കില്ല കേട്ടോ. നമ്മുടെ ഗദ്ദാമ്മ സിനിമയിൽ നമ്മുടെ കാവ്യം മാധവന്റെ ജീവിതം ഇല്ലേ, ഏകദേശം അത് തന്നെയായിരുന്നു എന്റെ ജീവിതം. ആ സിനിമ കണ്ടപ്പോ ആ സിനിമ ഞാൻ യൂട്യൂബിൽ നിന്നാണ് കണ്ടത്, തിയേറ്ററിലൊന്നും പോയി സിനിമ കാണാറില്ല. അപ്പൊ യൂട്യൂബിൽ നിന്ന് വീട്ടിൽ നിന്ന് കണ്ടപ്പോ തന്നെ ഞാൻ ഓർത്തു, ഇത് എന്റെ സിനിമ, എന്റെ കഥ ആരോ കോപ്പി അടിച്ചേക്കുന്നതാന്ന് എനിക്കൊരു വിശ്വാസം അങ്ങനെ തോന്നിയിട്ട്. ആ ഗദ്ദാമ്മ ജീവിത, ഒളിച്ചോട്ടം, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഉണ്ടായ കഥകളാണ്. ആ ഒളിച്ചോട്ടവും എല്ലാ സംഭവവും വരണുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ 2-3 മാസം വീണ്ടും ഇങ്ങനെ കഴിഞ്ഞുപോയി. ഈ മാമയ്ക്ക് എന്നെ ഭയങ്കര സംശയമായിരുന്നു. പിന്നെ എന്റെ അടുത്ത് വേറെ ഫോണുണ്ടോ, ആരെങ്കിലും ഫോണ് കൊണ്ടു തന്നിട്ടുണ്ടോ. ഈ ഫിലിപ്പീൻസുകൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൽമ ഒരു കാരണവശാലും ഇനി ഫോൺ പിടിക്കപ്പെടരുത്, പിടിക്കപ്പെട്ടാൽ നിന്നെ ഇനി അവിടെ നിർത്തുവരില്ല, ഏതെങ്കിലും ഓഫീസിൽ കൊണ്ടുപോയി നിന്നെ കൊടുക്കും, നമുക്കൊന്നുമില്ലെങ്കിലും നിനക്ക് മിണ്ടാനും പറയാനും ഒരു സഹായത്തിനും ആളുകളുണ്ട്, ഇനി നീ എങ്ങനത്തെ വീട്ടിലേക്കാ പോണേന്ന് നിനക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പരമാവധി ശ്രമിക്കാം, ഞാൻ ആരെയും വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
ഭയങ്കര പേടിയായിരുന്നു. മാമ പുറത്തു പോകുമ്പോ മക്കളുണ്ടാവും, എപ്പോഴും ആളുണ്ടാവും കൂടെ. അങ്ങനെ ഒരു ദിവസം പൗലോസ് എന്നോട് ചോദിച്ചു, അവിടുന്ന് എത്ര രൂപയാണ് സാലറി കിട്ടണേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു 40 ദിനാറാന്ന്. ദിനാറാട്ടെ, ഞാൻ കേടിന്ന് പറഞ്ഞത് മാറ്റി പറയാണ്. ഈ അമേരിക്കന്ന് കേടി പറഞ്ഞ് ആ കേടിന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, ദിനാറായിരുന്നു കേട്ടോ. ആ 40 ദിനാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ 5000-6000 ഉറുപ്പ്യാന്ന് എനിക്ക് എന്റെ വിശ്വാസം. 5000 ഉറുപ്പ്യ 1500 ഉറുപ്പ്യ അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് പൗലോസ് ചോദിച്ചു, ഒരു അമേരിക്കൻ ഉണ്ട്, പുള്ളിക്കാരന്റെ വീട്ടിലേക്ക് ഒരു സർവന്റ് ആയിട്ടുള്ള, ഒരുപാട് പണിയൊന്നുമില്ല, പുള്ളി മാത്രമാണുള്ളൂ, പുള്ളി ഡ്യൂട്ടിക്ക് പോണ ആളാണ്. അപ്പൊ സൽമയ്ക്ക് വരാൻ താല്പര്യമുണ്ടോ? 100-150 KD സാലറി കിട്ടും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നല്ലൊരു മനുഷ്യനാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആലോചിക്കാം, ഞാൻ മാമയുടെ അടുത്ത് സംസാരിച്ചു നോക്കട്ടെ, കാരണം മാമയുടെ അടുത്ത് സംസാരിക്കാതെ അറിയില്ലല്ലോ. അപ്പൊ മാമയുടെ അടുത്ത് സംസാരിക്കും, എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ചോദിച്ചാൽ വീണ്ടും വിഷയമാകും അവിടെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരു വെള്ളിയാഴ്ച ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ അപ്പൊ ഈ പൗലോസിന് ഈ ഫ്രണ്ട്സിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായി ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെ വിളിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കാറുണ്ട് എന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോ അവര് പറഞ്ഞു, സൽമ എങ്ങനെങ്കിലും പോയി രക്ഷപ്പെടുന്നു, എനിക്കൊരു മോളില്ലേ ഓർഫനേജില്, ഞങ്ങൾ പൗലോസിന്റെ അടുത്ത് സംസാരിക്കാം, ചതിയൊന്നും ആവില്ലായിരിക്കും, നിങ്ങളുടെ കേരളക്കാരി തന്നെയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ഫ്രണ്ട്സ് എന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങള് പറഞ്ഞതാന്ന് പറഞ്ഞാൽ മതി, ഇങ്ങനെ എന്റെ ഏതെങ്കിലും ഫ്രണ്ട്സ് വിളിച്ച് അവരുടെ അടുത്ത് ഫോണുള്ള ആ മാമയ്ക്കും അവരുടെ മാമയ്ക്കും ബാബയ്ക്കൊന്നും അറിയില്ല, പക്ഷെ അവരെ ഫ്രണ്ട്സൊക്കെ ആ തറവാട് വീട്ടിലേക്ക് വിളിക്കുക, അവര് ഫോണൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോളാം, നീ രക്ഷപ്പെടാൻ പറ്റുകയാണെങ്കിൽ രക്ഷപ്പെട്ട സൽമയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാന് പറഞ്ഞില്ല കേട്ടോ, മാമേന്റെ അടുത്ത് അന്നേരം പറഞ്ഞില്ല. അങ്ങനെ എനിക്ക് പേടി മാമേന്റെ അടുത്ത് പറയാന്. അങ്ങനെ ഒരു 2-3 ആഴ്ച വീണ്ടും കഴിഞ്ഞു പോയപ്പോ ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴാണ്, അതുകൊണ്ട് മാമ എന്റെ അടുത്ത് വന്നു. മാമ എന്റെ അടുത്ത് റൂമിൽ വന്ന് എന്നെ മക്കളെയും ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഈ അറബിച്ചുകൾക്ക് ഭയങ്കര സംശയമായിരിക്കും കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, ഭയങ്കര സംശയമായിരിക്കും. ബിക്കോസ് എന്റെ അടുത്ത് ഒരു തവണ ഫോണും പിടിച്ചില്ലേ. അങ്ങനെ ഒരു ദിവസം എന്റെ അടുത്ത് ഫോണ് പിടിച്ചതായതുകൊണ്ടാണ് ഈ അറബിച്ചിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഭയങ്കര സംശയം എന്ന് പറഞ്ഞാൽ ഈ അറബിച്ചുകള് എന്താ പറയാ, ഞാൻ ചിലപ്പോ വിചാരിക്കാറുണ്ട്, ഈ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ അള്ളാനെ എത്ര ഇതായിട്ടായാലും എന്നുള്ളൊരു വിശ്വാസം, അള്ളാനെ ഒരു പേടി നമുക്കുണ്ടാകും. അവർക്ക് അതുണ്ടോന്ന് എനിക്ക് വല്ലത്തവണ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അവരുടെ പ്രവൃത്തി, നമ്മളോടൊക്കെ ഉള്ള ഒരു പ്രവൃത്തി കാണുമ്പോൾ അത് പലതവണ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഇവർ അള്ളാനെ തന്നെയാണ് വിശ്വസിക്കുന്നതെന്നൊക്കെ. അങ്ങനെ പറയാൻ തന്നെ പാടില്ല, പക്ഷെ അങ്ങനെ എനിക്ക് എന്റെ ഇതിലൊരു സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ എന്റെ തലേണയുടെ അടിയിലാണ് ഫോൺ വെക്കാറ്, കാരണം ഇത് ഒളിപ്പിച്ച് വെക്കുന്ന ഫോണാണല്ലോ. ഈ രാത്രിയിൽ ഈ മാമ വന്നിട്ടുണ്ട് പരിശോധിച്ചിട്ട് ഈ ഫോൺ എടുത്തിട്ട് പോയി. രാവിലെ ഞാൻ ഇട്ട് നോക്കിയപ്പോ ഫോണില്ല. അപ്പൊ എനിക്ക് മാമ മാമ വരാറുണ്ട് നോക്കാറുണ്ടെന്നൊക്കെ അപ്പോഴാണ് എനിക്ക് മനസ്സിലാവണേ കേട്ടോ. അപ്പൊ ഒരു ഫോണില്ല. ഞാൻ റൂം മൊത്തം പരിശോധിച്ച് ഫോണ് കിട്ടിയില്ല. മാമ എന്റെ അടുത്തൊന്നും മിണ്ടിയില്ല, എനിക്ക് മാമയുടെ അടുത്ത് ചോദിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ ഒരാഴ്ച വീണ്ടും മാമ എന്റെ അടുത്ത് പറഞ്ഞൂല്ല, ഫോണ് കിട്ടിയതായിട്ടേ മാമ ഇതൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഞാനും ഒന്നും ചോദിച്ചില്ല, ഫോണില്ലാത്ത പോലെ നടന്നു. പിന്നെ എല്ലാ വെള്ളിയാഴ്ച മാത്രമാണല്ലോ തറവാട്ട് പോവുള്ളൂ, പിന്നെ ഫ്രണ്ട്സിനൊന്നും വിളിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ നെക്സ്റ്റ് ഫ്രൈഡേ പിന്നെയും ആ വീട്ടിൽ പോയ സമയത്ത് എന്റെ മാമ അവരെ ഫാമിലിയുടെ അടുത്ത് പറയുന്നത് എന്റെ ഫ്രണ്ട്സായ ഗദ്ദാമ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, സൽമ നീ രണ്ടാമതും ഫോൺ കൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇന്നതുപോലെ പറ്റിയതായത് എന്റെ തെറ്റല്ല, ഇങ്ങനെ അന്നേരം അവര് പറഞ്ഞു എടി അങ്ങനെയാണ്, ഇവിടെ നിനക്ക് അറിയണില്ല, അവര് വന്ന് പരിശോധിക്കുന്നു, അതൊക്കെ സൂക്ഷിച്ച് നോക്കി കണ്ടടക്കണം. ഞാൻ പറഞ്ഞു ഉറങ്ങിക്കിടക്കണ ടൈമിൽ നമ്മുടെ അടുത്ത് വന്ന് പരിശോധിക്കുന്ന നമുക്കൊരു വിശ്വാസമില്ലല്ലോ. അങ്ങനെ പുള്ളിക്കാരത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിന്റെ മറ്റേ ഫോൺ ഉണ്ടല്ലോ, പക്ഷെ ഒരു കാരണവശാലും പുറത്തെടുക്കരുത്, വിളിച്ചു കഴിഞ്ഞ് അപ്പൊ തന്നെ
തലനടിയിൽ എവിടെയും വെക്കാൻ പോകരുത്. ഞാൻ വെച്ചിരിക്കുന്ന ഈ ഫോണ് വെച്ചിരിക്കുന്നത് ഈ പിള്ളേര് കിടക്കുന്ന ബെഡിന്റെ അടിയിൽ അങ്ങേ അറ്റത്ത് മൂലയ്ക്കാണ്. കാരണം അവര് ബെഡ്ഷീറ്റൊന്നും മാറ്റാറില്ല. അഥവാ മാറ്റിയാലും കോണിൽ കാണുന്നില്ല. ഇങ്ങനെ അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഒരു സിം കൂടെ മേടിക്കാൻ നമുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പൗലൂസ് വേറൊരു അമേരിക്കന്റെ വീട്ടിൽ ജോലിക്ക് പോകുന്ന എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് പിന്നെ ഒന്നും അറിയില്ലല്ലോ. അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ വെള്ളിയാഴ്ച പുള്ളി ഞാൻ അവിടെ ചെന്ന സമയത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്തായി സൽമ തീരുമാനം, നീ ഇങ്ങനെ സായിപ്പിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഈ ഫ്രണ്ട്സുകൾ എന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് സൽമ, ആ സായിപ്പിന്റെ ഫോട്ടോ അയക്കാൻ പറ. ഇത് എങ്ങനെയാന്ന് അറിയില്ലല്ലോ, പ്രായമായ ആളാണോ യാങ് ആണോ എന്നൊക്കെ അറിയാലോ നമുക്ക്, എന്താ അവരുടെ പ്ലാൻ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ പൗലോസിനോട് ഈ പിള്ളേര് പറഞ്ഞു, ഈ പിള്ളേരല്ല എന്റെ ഒക്കെ പ്രായം ഉണ്ടെന്ന് അവർക്ക്. അപ്പൊ അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, സാഹിബിന്റെ ഫോട്ടോ അയച്ചതാന്ന് പറഞ്ഞു. അപ്പൊ ഈ എന്റെ ഹസ്ബൻഡിന്റെ പേര് അന്ന് ജോൺ ആയിരുന്നു. അപ്പൊ ജോണിന്റെ ഫോട്ടോ അയച്ചു തന്നു. അപ്പൊ ജോണിന്റെ ഫോട്ടോ അയച്ചു തന്ന് അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ഒട്ടും സംസാരിക്കില്ല കേട്ടോ ആ സമയത്ത് ഈ പൗലോസ് വിളിക്കുന്ന സമയത്ത് ഈ സാഹിബിന്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ ഈ എന്റെ ഫ്രണ്ട്സുകൾ എന്റെ അടുത്ത് ചോദിക്കായിരുന്നു, ഈ ഫിലിപ്പീൻസുകൾ എന്റെ അടുത്ത് ചോദിക്കായിരുന്നു, സൽമാൻ സാഹിബിന്റെ വീട്ടിൽ പോയെന്ന് ഏത് ഭാഷയാണ് സംസാരിക്കാൻ, നിനക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ എന്ന്. ഇത് ഇത്രയും ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ എന്ന്. അപ്പൊ അവര് എന്നെ ഓരോ വേർഡൊക്കെ ഹൗ ആർ യു, വെയർ ആർ യു ഗോയിങ്, അങ്ങനെ സ്മോൾ വേർഡൊക്കെ എന്നെ ഞാൻ പഠിക്കാൻ തുടങ്ങി അവരോടൊന്ന് ചോദിച്ചു, ഫ്രൈഡേ മാത്രം. അങ്ങനെ എനിക്ക് ഈ പൗലൂസായിട്ട് പരിചയപ്പെട്ട നാളെ മുതൽ ഞാനിങ്ങനെ അവിടെ ചെല്ലുമ്പോ അവരെന്നെ ഓരോന്നിങ്ങനെ ബുക്കിലൊക്കെ എഴുതി തന്നുവിടും, ഇത് പഠിക്കണം. കാരണം പുള്ളി ഇത് ഇത്രയൊക്കെ എന്ത് പറഞ്ഞാലും ഈ ജോണും ഞാനും തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഈ പൗലൂസും ഞാനും തമ്മിലാണ് കോണ്ടാക്ട്. ജോണ് ഇടയ്ക്കൊരു മെസ്സേജ് ആയിരിക്കും, ഹൗ ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചിട്ട്, അത്രമാത്രം. അപ്പൊ ഞാൻ ജസ്റ്റ് അയക്കും, ഐ എം ഫൈൻ, അത്രമാത്രം അറിയുള്ളൂ ഇംഗ്ലീഷ്. കാരണം ഇത് തന്നെ ഈ ഫിലിപ്പീൻസുകളാണ് എന്നെ പഠിപ്പിച്ചു തന്നത്. അങ്ങനെയായിരുന്നു അന്നത്തെ ഇത്. അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ട്. ഈ സാഹിബിന്റെ വീട്ടിൽ ജോലിക്ക് പോവാന്ന് പറഞ്ഞു അന്ന് മുതലാണ് ഓരോ വേർഡ് ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അന്ന് അങ്ങോട്ട് കഴിഞ്ഞുപോയി. ഞങ്ങൾ ഫോട്ടോ കണ്ടു, ഇവര് റിപ്ലൈ കൊടുത്തു. എന്റെ അടുത്ത് ഫോണില്ലല്ലോ. അപ്പൊ ഞാൻ അവരുടെ ഫോണിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എങ്ങനെയായാലും മാമയുടെ അടുത്ത് സംസാരിക്കട്ടെ, എങ്ങനെയായാലും നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാമയുടെ അടുത്ത് ആഴ്ചയും സംസാരിച്ചില്ല. അപ്പൊ പിറ്റേ വെള്ളിയാഴ്ച ഇവിടെ പോയ സമയത്ത് ഇവരെനിക്ക് സിം കാർഡ് മേടിച്ചുകൊണ്ട് തന്നു.